നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തുടരെ 3 കളികൾ പൊട്ടിയ അൽ നസർ കഴിഞ്ഞ കളിയിൽ അൽ ഷബാബിനെതിരെ 3-2 വിജയിച്ച് വിജയവഴിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടല്ലോ. റഫറി അൽ നസറിനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൽ ഷബാബ് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി. അത് നമ്മൾ മറക്കുന്നില്ല. എന്നാൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് മാത്രമാണല്ലോ പരിഗണിക്കുക. അപ്പോൾ 3-2 അൽ നസർ വിജയിച്ച് കയറിയ കളിയാണ്. ഇനിയിപ്പോൾ ഇന്ന് അൽ നസർ ആ വിജയ തുടർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. എതിരാളികൾ ദമാക്കാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് ദമാക്കിൻ്റെ മൈതാനത്താണ്, അതായത് അബ്ഹയിൽ പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് സ്റ്റേഡിയത്തിലാണ് ഈ കളി നടക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്കറിയാം സൗദി പ്രോ ലീഗിൽ 3-ാം സ്ഥാനത്താണ് അൽ നസർ ഉള്ളത്. 15 കളി 34 പോയിൻറ്റ്. 16 കളി 37 പോയിൻ്റുള്ള അൽ അഹ്ലി സൗദിയാണ് രണ്ടാമത്. ഇന്ന് ജയിച്ചാലും അൽ നസറിന് അൽ അഹ്ലിക്കൊപ്പം പോയിൻറ്റിൻ്റെ കാര്യത്തിൽ എത്താൻ പറ്റും. ഗോൾ ഡിഫറൻസിൽ മികവുള്ളത് കൊണ്ട് അൽ നസറിന് 2-ാം സ്ഥാനം തിരികെ പിടിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. 15 കളി 41 പോയിൻറ്റോടെ ഒന്നാമത് വിരാജിക്കുകയാണ് അൽ ഹിലാൽ. ഇന്ന് അൽ നസറിൻ്റെ എതിരാളികളായ ദമാക്ക് അത്ര മികച്ച ഫോമിലൊന്നുമല്ല. 15 കളികൾ ഈ സീസണിൽ അവർ സൗദി പ്രോ ലീഗിൽ കളിച്ചിട്ട് ജയിച്ചത് ഒരേ ഒരു കളിയാണെന്ന കാര്യം ഓർക്കണം. ഒറ്റ കളി മാത്രം ജയിച്ച് 8 സമനിലകളും 6 തോൽവികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന 11 പോയിൻറ്റോടെ 15-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ദമാക്ക്. അപ്പോൾ ദമാക്കിനെതിരെ ഒരു കിടിലൻ പ്രകടനം CR7 നിന്നും സംഘത്തിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അൽ നസറിൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെയായിരിക്കും നമുക്ക് ലഭ്യമാവുന്ന സോഴ്സുകൾ വെച്ച് നമ്മൾ നോക്കിയാണ്. സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ഇനീഗോ മാർട്ടിൻസും സിമാക്കനും, ഇരു പാർശ്വങ്ങളായിട്ട് ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ അൽ ഖൈബരിയും ബ്രസോവിച്ചും, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഫെലിക്സും, ഇരു പാർശ്വങ്ങളിലായിട്ട് കോമനും ഏഞ്ചലോയും, ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏതായാലും CR7 ബൂട്ടുകളിൽ തന്നെയാണ് പ്രതീക്ഷ. ഈ കളി വളരെ എളുപ്പത്തിൽ അൽ നസർ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.